കണ്ടാ പുതിയ വീഡിയോ വരണ കണ്ടാ കളർ ഗ്രേഡിംഗ് ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട്. കുറേ നേരമായി അപ്ലോഡിങ്ങിൽ. ജോലി കഴിഞ്ഞു, നല്ല വെയിലായിട്ടുണ്ട്. ഞാൻ ഏരിയ ഒന്ന് കാണിക്കാം. പ്രോപ്പർ സമ്മർ പോലെ തന്നെ ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ 2 സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തുനിന്ന് കിട്ടാവുന്ന മാക്സിമം കാലറീസ് ചെയ്യാനങ്ങ് ഇവിടെ ഒരു സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അതേപടി നമ്മുടെ ട്രാക്കിങ്ങിൻ്റെ ആപ്ലിക്കേഷനകത്ത് നമുക്ക് ഇടാൻ പറ്റും. അപ്പം യെസ്, ഇത് രണ്ടും വെച്ച് നമ്മുടെ കാലറീസ് മാക്സിമം നമുക്ക് ബൂസ്റ്റ് ചെയ്യാം. ഈ സെലക്ഷൻ്റെ ചോയ്സസുകൾ എന്ന് പറയുമ്പം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫുഡുകളെന്ന് മാത്രമേ നോക്കുന്നുള്ളൂ, അല്ലാണ്ട് ഇന്ന ഫുഡ് തന്നെ കഴിക്കണമെന്നൊന്നുമില്ല. എല്ലാവർക്കും സെയിം സെറ്റ് തന്നെയല്ല. പക്ഷേ ഈ ആഴ്ച നമുക്ക് വെയിറ്റുകൾ കണ്ടുപിടിക്കുക ഏതാ ചെയ്യാനുള്ളതെന്ന്. 2 സെറ്റ് നമ്മൾ 3 പേരും വാമപ്പായിട്ട് നോർമൽ സ്ട്രെച്ചിങ്സ്, റൊട്ടേഷൻസ്, പിന്നെ ഫോം റോളിങ് ഇത്രയും കഴിഞ്ഞിട്ട് നമ്മൾ ഈ ആഴ്ചത്തെ നമ്മുടെ ഫസ്റ്റ് ലെഗ് വർക്കൗട്ട്. പക്ഷേ നമ്മൾ 3 പേർക്കും ഇതുമായിട്ട് യൂസ്ഡ് അല്ല. നമ്മൾ 3 പേരും ഇതുമായിട്ട് യൂസ്ഡ് അല്ല, ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ചെയ്യേണ്ട വെയിറ്റുകൾ എത്രയാണെന്ന് ഈ ആഴ്ച ജസ്റ്റ് ടെസ്റ്റ് ചെയ്യുമായിരിക്കും. അപ്പം നെക്സ്റ്റ് വീക്ക് തൊട്ടായിരിക്കും പ്രോപ്പറായിട്ട് വേണ്ട വെയിറ്റ്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബട്ട് സ്റ്റിൽ ഫെയിലർ പോകേണ്ടതൊക്കെ നമ്മൾ ഈ ആഴ്ചയും ഫെയിലർ പോകും. ഈ മെഷീൻ നിങ്ങൾ യൂസ് ചെയ്തിട്ടില്ലല്ലോ, ഞാൻ യൂസ് ചെയ്തിട്ടില്ല. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഇതിനാദ്യം ചെറിയ വെയിറ്റ് ഇട്ട് ചെയ്ത് നോക്കാം. 30 കിലോ മതി തൽക്കാലം. ഇന്നിവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. ഓക്കെ, പോട്ടെ. ഏതെങ്കിലും വെയിറ്റ് ഇട്ടിട്ടൊരു കുറച്ച് വാം സെറ്റ് ഒന്ന് ചെയ്ത് നോക്ക് എങ്ങനെയുണ്ടെന്ന്. ഞാൻ നേരത്തെ പറഞ്ഞാൽ മറക്കണ്ട, ഫുള്ള് താഴെ വരെ പോയിരിക്കണമെന്നില്ല. ഒരു കുറച്ച് താഴോട്ട് പോകുന്നു. ആ സ്ക്വീസ് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കണം ഗ്ലൂട്ട്സിൽ. അത് നോക്കണ്ട, അതിവിടെ വ്യത്യാസം വരും. മറ്റേ പുള്ളിയും ഇത് സാധനങ്ങളും വരുമ്പോഴത്തേക്കും ആ വെയിറ്റിൽ വ്യത്യാസം വരും. അതുകൊണ്ടാണ് ഇതിനുള്ളത് കണ്ടുപിടിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. കാല് നല്ലപോലെ ചവിട്ടി വെച്ചോ വീട്ടിലെ അതിനകത്തെ. നീ വേണമെങ്കിൽ അവിടെ കണ്ണാടി നോക്കി ചെയ്തു. ആ മേളിൽ സ്ക്വീസ് ചെയ്യേ, ഒരു ഹോൾഡ് ചെയ്യുക മേളിലെ. ഒരു സെക്കൻഡ് അങ്ങനെ ഹോൾഡ് ചെയ്യുക, സ്ക്വീസ് ചെയ്തുകൊണ്ട് തന്നെ. ഇന്നലെ ഞാൻ പറഞ്ഞില്ല നമ്മൾ ചെസ്റ്റ് ടൈറ്റ് ചെയ്യണമെന്ന് പറഞ്ഞില്ല ഇന്നലത്തെ ഇതിൽ. അതുപോലെ ഗ്ലൂട്ട്സ് അവിടെ ടൈറ്റ് ചെയ്ത് പിടിക്കുക ഒരു സെക്കൻഡ് തരാം. ഒരു 6-8 എണ്ണം ചെയ്താൽ മതി, ഒന്ന് യൂസ്ഡ് ആകാൻ വേണ്ടി മെഷീനുമായിട്ട്. ഒരാൾ ഈ ഗ്യാപ്പിലൊക്കെ നിന്നോ കേട്ടോ, ചിലപ്പോൾ എന്ത് സംഭവിക്കാം. എന്തിനാ മാറുന്നേ? നോക്കാം, ശ്രമിച്ച് നോക്കാം. അടുത്ത വീട്ടിൽ പോകെങ്കിൽ പോക്കോ. 12 മാക്സിമം പോട്ടെ. അത് നല്ല അത്യാവശ്യം നല്ല ഫോമിൽ. എല്ലാം ഞാൻ പറഞ്ഞത് മറക്കണ്ട, താഴോട്ട് പോയില്ലെങ്കിലും കുഴപ്പമില്ല, മുകളിലോട്ട് വന്നാൽ സ്ക്യൂസ് ചെയ്തിരിക്കണം. അത് പറയുമ്പോൾ തന്നെ നാഗ കുഴഞ്ഞു. കൊള്ളാം, ഇത് കറക്റ്റായിരുന്നു. അടുത്ത പ്രാവശ്യം 220 ചെയ്ത് നോക്കണം.
അവിടെ നോക്കി ചെയ്യാൻ മേലോട്ട് പോകുന്നില്ല. ആ അങ്ങനെ. ആ ഞാൻ അവർ താഴോട്ട് ഒത്തിരി പോയില്ലെങ്കിലും കുഴപ്പമില്ല, മേലോട്ട് പോട്ടെ. അടുത്ത ആളോ ഊരിക്കോ, ഇറങ്ങിപ്പോ. ഒരു കാല് വെച്ചിട്ട് ചവിട്ടിപ്പൊക്കാൻ നോക്കാം, അങ്ങനെ നോക്കാം. ആ അവിടെ നോക്കി ചെയ്യേ. ഞാൻ ഇപ്പോഴും പറയുന്നു, ഇപ്പോൾ ഈ താഴെ ഇരിക്കുന്നത് താഴെ വരെ പോകണമെന്നില്ല, മാക്സിമം മേളിൽ തന്നെ. ആ ഗുഡ് പോട്ടെ. ഇപ്പോൾ ഇട്ട വെയിറ്റുകളില്ലേ, കഴിക്ക് ഇറങ്ങ്. നിങ്ങളിപ്പോൾ ഇട്ട വെയിറ്റുകൾ ഞാൻ എക്സാമ്പിൾ പറയണേ, 100 ഇട്ട ഒരാളാണെങ്കിൽ 70 കിലോയിൽ ആ കണക്കിനെ ബേസ്. ഇപ്പോൾ ഞാൻ 130 ആയിരുന്നെങ്കിൽ ഞാനിപ്പോൾ 100 ഇട്ടേക്കുന്നത്. തൊട്ടടുത്തത് നിങ്ങൾ 100 ഇട്ടിരുന്നെങ്കിൽ 70 ഇടുക, കയറുക 15 എണ്ണം. അതുകൊണ്ട് കഴിഞ്ഞില്ല, 15 എണ്ണം കഴിഞ്ഞിട്ട് അറ്റ്ലീസ്റ്റ് 15 കഴിഞ്ഞിട്ട് ടിൽ ഫെയിലിയർ. അമ്മേ, എന്നുവെച്ചാൽ പാർഷ്യലാണേലും കുഴപ്പമില്ല. മീൻസ് ഫുള്ള് പൊക്കി 15 എന്നല്ല, അറ്റ്ലീസ്റ്റ് 15 വരെ പാർഷ്യൽ ചെയ്തിരിക്കണം. അതുപോലെ നിങ്ങൾ ഇച്ചിരി കൂടി മുകളിലോട്ടുള്ള സ്ട്രെച്ചിങ് കൂടെ ഫോക്കസ് ചെയ്യണം. നിങ്ങളിപ്പോഴും താഴത്തെ റേഞ്ചിൽ തന്നെ നിൽക്കുന്നത് രണ്ടുപേരും. ആ അത്രയും വരണം, 2 3 ഓരോന്നും ഗ്ലൂട്ട്സ് ടൈറ്റ് ആക്കേ. 5 6 8 9 കുഴപ്പമില്ല, ഹാഫ് ആണെങ്കിലും പോട്ടെ. അങ്ങനെ 13 നിർത്തരുത്. ഇനി മാക്സിമം ഹാഫ് വെച്ച് തന്നെ ചെയ്യും. ഹാഫ് വെച്ച് തന്നെ മിനിമം 15. അത് കഴിഞ്ഞ് പിന്നെ ഫെയിലർ ചെയ്തുകൊണ്ടിരിക്കുക. ഹാഫ് ആണെങ്കിലും കുഴപ്പമില്ല, ചെയ്തുകൊണ്ടിരിക്കുക. ഇറങ്ങിക്കോ, വാ. ചെവിക്കകത്തോടെ എന്തോ പായിരുന്നു. നിങ്ങൾ എത്ര കിലോ ചെയ്തേ? അത് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളിടണം. ഒന്ന് എഴുതി ഇവിടെ നീ സമയം കളയല്ലേ ചെയ്. അവിടെ നോക്കി ചെയ്യേ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മേളിലോട്ട് വരട്ടെ. കിടക്കുന്ന കറക്റ്റാ. ആ അത്രയും വരണം. യെസ്, ആ നൈസ്, അത് തന്നെ പോട്ടെ. 4 5 6 7 8 9 10 12 13 14. മിനിമം ടാർഗറ്റ് അച്ചീവ് ചെയ്തിരിക്കുന്നു. സ്പീഡിൽ പോട്ടെ. ഇനി പോട്ടെ, കൊണ്ടിരിക്കട്ടെ. പോട്ടെ. ഹാഫ് ആളിനും കുഴപ്പമില്ല, ചെയ്തുകൊണ്ടിരിക്കുക. ഹാഫ് ആളിനും കുഴപ്പമില്ല. ഇറങ്ങിക്കോ. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് വർക്കൗട്ട് കഴിഞ്ഞു. തുടങ്ങാം. ഇതിന് വേറെ വാമ്പൊന്നുമില്ലേ.
അപ്പോൾ നമ്മൾ നേരെ ഒരു സെറ്റ് 2 കാലിനും 10 റെപ്പറ്റീഷൻ അടിക്കുന്നു, നിങ്ങൾ 10 റെപ്പറ്റീഷൻ അടിക്കുന്നു. നിങ്ങളുടെ കഴിയുമ്പോൾ തന്നെ സെക്കൻഡ് സെറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അത് ഫെയിലിയർ അടിക്കണം. 10 റെപ്പറ്റീഷൻ ഫെയിലിയർ അടിച്ച് ആ പോയിന്റിൽ തന്നെ നമ്മൾ വെയിറ്റ് ലെറ്റ്സ് സേ നിങ്ങളിപ്പം 7.9 ഇട്ടെന്ന് വിചാരിച്ചു, അതിൻ്റെ നേരെ ഹാഫ് ആക്കുക 3.4, അന്നേരം അതിട്ടിട്ട് മാക്സിമം ഫെയിലിയർ വരെ. അപ്പോൾ ഞാൻ ചെയ്യുന്നതിന് കൂടെ തന്നെ ഞാൻ പറയാം, എങ്കിലും ജസ്റ്റ് ഒന്ന് നേരത്തെ പറഞ്ഞു എന്ന് മാത്രം. അപ്പം നമ്മുടെ ആദ്യത്തെ വെയിറ്റ് ഇട്ടല്ലോ. ഓക്കെ, ആദ്യത്തെ കാലിന് 10 റെപ്പറ്റീഷൻ പോട്ടെ. മാക്സിമം ബോഡി ഒത്തിരി അനക്കാതെ നോക്കണേ, ബോഡി സ്റ്റേബിളായിട്ട് തന്നെ നിർത്തേ. പണ്ടേ ഇത് വെയിറ്റ് ഇല്ലായിരുന്നു. ഓപ്പോസിറ്റ് കാല്. അതെ, മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞേ, നിങ്ങളധികം ഇങ്ങനെ കിടന്ന് കഴിയുമ്പോഴത്തേക്കും പിന്നെ ഇങ്ങനെ ബോഡി എടുത്തിട്ട് യൂസ് ചെയ്യല്ലേ. അപ്പോൾ ബോഡി ഇങ്ങനെ സ്റ്റേബിളാണ്. ഞാനിത് ചെയ്യാൻ ജസ്റ്റ് ടൈറ്റ് ആയില്ല ഇവിടെ. എന്തോ ഒരു പന്തികേടുണ്ടല്ലോ ഈ കാലിൽ. സുഷ്മിത് ഭായ് വന്നാട്ടെ. ആദ്യം 12 പക്ഷേ മാക്സിമം വെയിറ്റ് ആയിരിക്കണം. അല്ല, ഒറ്റക്കാല് ഫുള്ള് നമ്മൾ ഡ്രോപ്പ് സെറ്റ് ഉൾപ്പെടെ ചെയ്തിട്ട് നമ്മൾ മാറുന്നുള്ളൂ. ഓക്കെ, അപ്പം ഒരുമിച്ച് ചെയ്യാം. ഞാൻ കൗണ്ട് ചെയ്യാം, ആ കൗണ്ടിൻ്റെ കൂടെ ഓരോന്ന് ചെയ്തോണേ. ഒരു മിനിറ്റ്. ചേട്ടാ ഇതെന്നാ നീ മുറിന്ന് കിടക്കുന്നേ? തുടങ്ങാം. 3, 2, 1. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇത് തോന്നി വെയിറ്റ് സെയിം വെയിറ്റ് തന്നെ ഫെയിലർ അടിച്ചോ? എനിക്കും ഭയങ്കര വലുതായിട്ട് തോന്നിയില്ല. എനിക്കൊന്ന് ഇനിയും വെയിറ്റ് കൂട്ടണം. 5.7 ഇട്ട് ഫെയിലർ പോട്ടെ. ഇനി എന്നെ നോക്കുകയേ വേണ്ട, ഫുള്ള് ഗ്ലൂട്ട്സ് ടൈറ്റാക്കി നോൺ സ്റ്റോപ്പ്. ഫെയിൽ ആയാലും ഹാഫ് ചെയ്തുകൊണ്ടിരിക്കുക. അവസാനം ഹാഫ് പോലും ചെയ്യാൻ പറ്റാതെ കാല് താഴെ വീഴും, അവിടം വരെ ചെയ്യുക. നെക്സ്റ്റ് ലെഗ്. പാവം മനുഷ്യൻ ഓടിക്കയറാൻ വന്ന് അടുത്തടുത്ത് ഇപ്പം തന്നെ. ഓ, ഐ ആം ദ സോറി. നിങ്ങൾ എന്നെ മലത്തി അടിച്ചിരിക്കുന്നു. വെയിറ്റ് നോക്കണേ, അവിടെ 7.9 നടക്കുന്നത്. അതുകൊണ്ടല്ല, മറ്റേ കാല് ചെയ്ത വെയിറ്റ് തന്നെ ഞാനും തന്നെ പറഞ്ഞു, ഇതും പോവായിരുന്നു. തുടങ്ങാം. ഹോൾഡ് ചെയ്തോ. 3, 2, 1. 1, അമ്മീ 2, 3, 4, 5, 6, 7, 8, 9, 10. അയ്യോ, ഇടത്തെ കാലിനാണല്ലോ പിടുത്തം കൂടെ. 10 കഴിഞ്ഞില്ലേ? ഓ, നിങ്ങൾ സെയിം വെയിറ്റ് തന്നെ ഫെയിൽ പോകണം.
സുഷ്മിത് ഭായ് വരൂ. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ വർക്കൗട്ട് കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ബാ സുഷ്മിത് ഭായ്, ഇനി സുഷ്മിത് ഭായ് ചെയ്യട്ടെ. കൊണ്ട് വെക്കണ്ട, എപ്പോഴും ആ പ്രഷറിൽ നിൽക്കണം. ഇച്ചിരി കൂടെ ബാക്കിലോട്ട് ഇറങ്ങിയെന്നേ. ഈ കാല് ആ പ്രഷറിൽ നിൽക്കട്ടെ. കൊണ്ട് വെക്കരുത് അവിടെ. 5.7 എത്രണ്ണമായി? 9, 10. ഇത് തന്നെ പോട്ടെ, എണ്ണം നോക്കണ്ട, ചുമ്മാ ചെയ്തുകൊണ്ടിരുന്നു. ഫെയിലാകുന്നൊരു പോയിന്റ് ഹാഫ് ചെയ്തുകൊണ്ടിരിക്കുക. അൾട്ടിമേറ്റ്ലി നമ്മളായിട്ട് സ്റ്റോപ്പ് ചെയ്യുന്നതല്ല, കാലായിട്ട് തന്നെ അവസാനം വിറയ്ക്കും, അന്നേരം നിർത്താവുള്ളൂ. ഫെയിൽ എന്ന് കഴിഞ്ഞാൽ നമ്മൾ എണ്ണം നമ്മുടെ 2 സെറ്റിൽ നമ്മൾ എഴുതുന്നുള്ളൂ. ഫെയിലിയറിന് യൂസ് ചെയ്ത വെയിറ്റ് മാത്രം എഴുതിയാൽ മതി. നമ്മൾ ആ സ്ലാഷ് ഇട്ടില്ലേ, ആ സ്ലാഷ് ഇട്ട് അത് അങ്ങനെ തന്നെ എഴുതിയിട്ടാൽ മതി. പോട്ടെ. ഗ്ലൂട്ട്സിൽ തന്നെ ചെയ്യണേ, ചുമ്മാ കാല് പൊക്കരുത്, ഗ്ലൂട്ട്സ് തന്നെ ടൈറ്റാക്കി ചെയ്യണം. ഗ്യാപ്പ് ഇടാൻ പറ്റത്തില്ല, ഗ്യാപ്പ് ഇട്ടത് നിർത്തിയതാ. അതുകൊണ്ടാണ് ഇതിനെ ഡ്രോപ്പ് സെറ്റ് എന്ന് വിളിക്കുന്നത്. പോട്ടെ. ആ ഒരു സ്പീഡ് കണ്ടായിരുന്നല്ലോ, ആ സ്പീഡ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യണേ. സ്ലോയിൽ ചെയ്താൽ മതി, കാലിലെ മസിലല്ലാതെ വേറെ ഒരിടത്തോട്ടും പിടുത്തം പോരുത്. കൊണ്ടിടല്ലേ, മെല്ലെ മുട്ടുകൊണ്ട് അങ്ങനെ ഒറ്റയടിക്ക് ഇടരുത്. ഇഫ് പോസിബിൾ മുട്ടിച്ചിരി കൂടെ മുന്നോട്ട് വരട്ടെ. അവിടെ പോയിക്കോ, കൊള്ളാം. വേണമെങ്കിൽ കാലിച്ചും കൂടെ മുന്നോട്ട് കയറ്റി വെച്ചോ, ഒന്ന് നേരെ നിന്നു. വലിയ കുഴപ്പമില്ല. ആ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യും 2 കാലിനും. നൈസ്, അത് തന്നെ. പോട്ടെ. 8 ആണോ 9 ആണോ? പോട്ടെ. അടുത്തതോ 9? പോട്ടെ. 9. പോട്ടെ.
ആ സ്പീഡ് തന്നെ പോട്ടെ 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 പോട്ടെ. പോസ് അത്രയും ഒത്തിരി നേരം വേണ്ട കേട്ടോ. 11 മൊമെൻ്റ് യൂസ് ചെയ്തവിടെ ശ്രദ്ധിക്കണേ. ആ നൈസ് 12 പോട്ടെ. 16 മതി പോട്ടെ. 16 മതി. 13 14 പോട്ടെ 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 പോട്ടെ. അങ്ങനെ ചെയ്ത് കയറ്റി വെച്ചേ. കറക്റ്റ് കയറ്റി വെച്ചേ. ആ പോട്ടെ പോട്ടെ. 15 16 പോട്ടെ പോട്ടെ. ഇത്ര എത്തിയില്ലേ? 4 കൂടെ ഉള്ളൂ. വാ എടുക്ക് വാ പൊങ്ങ് വാ. എണീറ്റ് വാ. എണീക്ക് ചെയ്യ്. സ്പീഡ് ചെയ്തോ. സ്ലോ മോഷൻ കളിക്കണ്ട. സ്പീഡ് ചെയ്തോ. 5 കൂടെ പോട്ടെ. 4 കൂടെ. സോറി 1. താഴോട്ട് തന്നെ പോട്ടെ. സ്പീഡ് ചെയ്തോ. ചെയ്യാൻ പറ്റുന്ന സ്പീഡ് ചെയ്തോ. 3 കൂടെ ഉള്ളൂ. പോട്ടെ. 2 more. മാക്സിമം കാല് തന്നെ യൂസ് ചെയ്യേ. നടുവ് ഇങ്ങനെ ബാക്കിലോട്ട് അറച്ച് ചെയ്ത് തരല്ലേ. പോട്ടെ. 2 കൂടെ ഞാൻ തീർന്നു. ഒറ്റ മെയിൻ സെറ്റേ ഉള്ളൂ. 1 കൂടെ വാ. വെച്ചോ. അടുത്ത് നിങ്ങളുടെ വെയിറ്റ് കൂട്ടിക്കോ. നിങ്ങൾ ഈ 10 തന്നെ ചെയ്താൽ മതി. 30 റെപ്പിൽ. മറ്റേത് നിങ്ങൾക്ക് ഒന്നുമില്ലായിരുന്നു. ഞാൻ അറ്റ്ലീസ്റ്റ് ഇത് അവസാനം ഫെയിലിയർ പോലെ ആയിരുന്നു. പുള്ളി ഫെയിലായി. നിങ്ങൾക്കൊന്നും ആയില്ലായിരുന്നു. അത് പോരാ. നിങ്ങളുടെ കാല് പൊഞ്ഞതുകൊണ്ട് നിങ്ങളിവിടെ ചിരിച്ചും കളിച്ചത്. ആരെല്ലാം ഒന്ന് 5 ഇടാവോ? ലൈൻ കട്ട്. ഇപ്രാവശ്യം ഇത് ഞാൻ എവിടെയോ കഴിഞ്ഞ്.
അപ്പോൾ തുടങ്ങുന്നതിന് വേണ്ടി ഞാൻ അങ്ങനെയൊന്ന് പറയാം. ഇപ്പോൾ ഇത് ഏറ്റവും ഹെവി സെറ്റ് രണ്ടാമത്തേത്. ലൈക്ക് ഐഡിയലി രണ്ടും ഈ വെയിറ്റ് തന്നെ ആയിരുന്നായിരിക്കും 2 സെറ്റും. ഇപ്പോൾ ഞാൻ 10 ചെയ്ത് കഴിയുമ്പോഴേ ഫസ്റ്റിലേക്കാണ് ഇപ്പോൾ ചെയ്യുന്നത്. 10 ചെയ്ത് കഴിയുമ്പോഴേ 3 ഡ്രോപ്പ് സെറ്റാണ്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഇപ്പോൾ ഇതിൽ വെച്ചാൽ ഒത്തിരി വെയിറ്റ് പുറകോട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ നേരെ 25 ഇടും. എന്നിട്ട് ഞാൻ സ്റ്റിൽ ഫെയിലിയർ അടിക്കും. ഫെയിൽ ആകുമ്പോൾ അപ്പോൾ തന്നെ ഞാൻ ഒരെണ്ണം കുറയ്ക്കും, ഫെയിലിയർ അടിക്കും, ഒരെണ്ണം കൂടെ കുറയ്ക്കും, ഫെയിലിയർ അടിക്കും. യു അണ്ടർസ്റ്റാൻഡ്? ഇനി കണ്ടോളാം. 4, 5, 6, 7, 8, 9 മറന്നുപോയി 10. അങ്ങനെ തോന്നിയോ? എന്നാലത് തോന്നലല്ല. ബോഡി നമുക്ക് മനസ്സുകൊണ്ട് ചെയ്യണം. ബോഡി നിർത്തി നിന്റെ തിരിച്ച നിന്റെ ബോഡി നിൽക്കുന്നില്ല, നീ മനസ്സുകൊണ്ട് നിർത്തണം. അയ്യോ, ചത്ത്. ഇനി പോവില്ല. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. അയ്യോ, ക്യാമറ ഓണ. അതിനങ്ങനെ ഒരു ടോക്ക്. ഇരിക്കാനൊന്നും സമയമില്ല. 3 മാക്സിമം താഴെ 4, 5, 6, 7, 8, 9, 10 മതി. ആ പോട്ടെ. ഹാഫ് പോട്ടെ. ഹാഫ് ചെയ്തുകൊണ്ടിരിക്കുക. ആട്ടി ചെയ്യേ. ആ അങ്ങനെ തന്നെ. പോട്ടെ. ആദ്യത്തെ ഒക്കെ എപ്പോഴും ഫുള്ള് ചെയ്യേ. ഫുള്ളൊന്ന് ചിന്തിക്കുമ്പോൾ മറ്റേ കാലെ കൊണ്ട് തട്ടിയിട്ട് മുകളിലോട്ട് അങ്ങനെ ചെയ്യേ. മറ്റേ കാലെ കൊണ്ട് തട്ടിയിട്ട് പോട്ടെ. ഹാഫി വാ. കൊള്ളാം. 1, 2, 3 താഴോട്ട് പോട്ടെ. 4. എന്ത് പോ 6, 7, 8 താഴട്ടെ. 9 താഴട്ടെ എന്ന് പറയുമ്പോൾ അപ്പുറത്തെ കാലിൽ ചെന്ന് തുടങ്ങും. ഇനി പോക്ക്. ആ വെച്ച ഫെയിൽ റെഡി. പോട്ടെ. വലത്തെ കാല് മാത്രം. ഇടത്തേക്കാൽ ഒരെണ്ണ വേലും വന്നാൽ നിങ്ങൾ ഒന്നേന്ന് ചെയ്യുമെന്ന് കൂട്ടിക്കോ.
പോട്ടെ. അങ്ങനെ ഹാഫ് ആണ്ടും കുഴപ്പമില്ല, ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ പറയുമ്പോൾ നിർത്തിയാൽ മതി. കുറച്ചും കൂടെ പോട്ടെ, ഹാഫ് പോട്ടെ, ഇനിയും പോവും. നിർത്തരുത്. എൻ്റെ ഞാനിന്ന് വല്ല തെറിയും കേൾക്കും നിങ്ങൾ. പോട്ടെ. കാലിപ്പുറത്തോട്ട് വെച്ചേ. പോട്ടെ പോട്ടെ, ഹാഫ് ആണെന്നും കുഴപ്പമില്ല, പോട്ടെ. താഴേന്നുള്ള ഹാഫ് ഇങ്ങോട്ട് പോട്ടെ, താഴേന്ന് പോട്ടെ. പോട്ടെ, ആ അത് നിങ്ങൾ എന്നെ ചിരിപ്പിക്കരുത് ഇങ്ങനെ. താഴേക്ക് പോട്ടെ. പോട്ടെ, നല്ലപോലെ ചെയ്യേ. ഇത് ഫെയിലർ ഒന്നും ആയിട്ടില്ല. പോട്ടെ. മതി. ശ്രദ്ധിക്കേ, നിങ്ങൾ കാര്യമായി ഫെയിലർ ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഇങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല ഫെയിലർ കഴിയുമ്പോൾ. അടി 2 3 4 5 6 താഴട്ടെ 8 9 10 25 ഇട്. 20 എണ്ണം. 1 2 ഇങ്ങനെ എണ്ണം കണക്കേ പറഞ്ഞിട്ടുള്ളൂ. 4 5 6 താഴട്ടെ 7 8 9 10 11 12 13 14 താഴട്ടെ 15 16 17 18 19 18 ഇട്. 20 എണ്ണം. പോട്ടെ, നിങ്ങൾക്ക് ഫെയിലർ പറഞ്ഞിട്ടില്ല. പോട്ടെ. 1 2 3 ചാരി ഇരുന്നേ. ഫുള്ളും ഓക്കെ, ഫുള്ളും ഓക്കെ. ആ അങ്ങനെ പോട്ടെ. 5 6 7 പോട്ടെ. 9 10 ഫുള്ള് പോട്ടെ. 11 ആയിട്ടുള്ളൂ. 9 എണ്ണം കൊണ്ട് പോട്ടെ. പറ്റുമ്പോൾ പോട്ടെ. പോട്ടെ, 4 എണ്ണം കൂടെ. 11 ഇട്. 25 എണ്ണം. പോട്ടെ. പോട്ടെ. ആദ്യമായിട്ടാണ് പുള്ളിയുടെ മുഖത്ത് ചെയ്ത് ഫെയിലർ ചെയ്യാൻ കാണുന്നത്. 4 5 6 താഴട്ടെ. താഴാതിന് ചെയ്യത്തില്ല. ഫുള്ളി പോട്ടെ. പോട്ടെ. പോട്ടെ, നിർത്തിക്കഴിഞ്ഞാൽ ഒന്നേന്ന് വിടും കേട്ടോ. സെറ്റ് ഒന്നേന്ന് തുടങ്ങും. 5 എണ്ണം കൂടെ. മതി 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 മതി. വീണതല്ല. 6 to 10. 10 പറ്റുമെങ്കിൽ 10 പോവുക. 6 എണ്ണവേലും നമുക്ക് വേണം. ഒന്നും സ്പീഡ് ചെയ്യരുത്, എല്ലാം സ്ലോയിൽ ചെയ്യാവുള്ളൂ. കുറച്ചും കൂടെ താഴോട്ട്. പോട്ടെ. പോട്ടെ. പോട്ടെ, ചെയ്യണില്ല. ചിലപ്പോൾ ഞാനിതേ അവസ്ഥ തന്നെ ആയിരിക്കും. ഞാൻ നോക്കാം. പക്ഷെ നിങ്ങൾ കയ്യിൽ നിന്നോ. എൻ്റെ കാല് ഇപ്പോൾ വിറച്ചിരിക്കുക. ഇനി എന്നെ ഒന്ന് ഈശ്വരാ, ഇവിടുന്ന് ഞാനിനി എങ്ങനെ ഇത് നൂർത്തി വെക്കുന്നേ? അങ്ങ് കീഴെ തന്നെ കൊണ്ടിടുന്നമായിരുന്നല്ലേ. ദൈവമേ, ശരിയാ, കാല് വിറയ്ക്കുന്നു. താങ്ക്സ്. ഒരെണ്ണം കൂടെ നോക്കട്ടെ. ഫെയിലായ ഞാൻ താഴെ പോയി ഇരുന്നോളാവേ. അതിന് പിന്നെ പൊക്കിയാൽ മതി.
ചെയ്യരുതായിരുന്നു. ഉണ്ണീവാ അയ്യോ അയച്ച 15 പറയാൻ മതി 15 മതി. ആ അത് തന്നെ പോട്ടെ. പൊങ്കിയോ? ഉണ്ട്. പൊങ്ങ് പൊങ്ങ് പൊങ്ങ്. ഒരു ചെറിയൊരു ഇത് തരാം. വർക്ക് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. ചിലർക്ക് വർക്ക് ചെയ്യും. സ്ക്വാട്ട് ചെയ്യാൻ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ചിലർ പറയും മേളിലോട്ട് നോക്കി ചെയ്യാൻ. അതുപോലെ തന്നെ താഴോട്ട് വേണം, താഴോട്ട് നോക്കി തന്നെ വന്നു. പാരലിൽ വന്നു കഴിഞ്ഞാൽ മേളിലോട്ട് നോക്കി പൊങ്ങിക്കോ. ചിലപ്പോൾ ഹെൽപ്ഫുള്ളായിരിക്കും. താഴോട്ട് പോട്ടെ. പൊങ്ങ്. എത്രണ്ണമായി? 4 5 4. പുള്ളിയാ പറഞ്ഞ 4 പോട്ടെ. 5. കുറച്ചും കൂടെ താഴെ പറഞ്ഞേ, ഞാൻ പറയാം. പൊങ്ങാൻ ഞാൻ പറയാം. പൊങ്ങ്. നിങ്ങൾ എണീക്കണേ. പോട്ടെ. താഴോട്ടെ. പൊങ്ങ്. വേണ്ട, സപ്പോർട്ട് കൊടുക്കണ്ട. ഫെയിലായാൽ പക്ക ഫെയിലർ ആയിക്കണം. ഇരുന്ന് പോകണം. വാ. താഴോട്ടെ. പൊങ്ങ്. പോട്ടെ. പൊങ്കിയോ. ഇപ്പം എവിടെയാണ് സപ്പോർട്ട് കൊടുക്കണ്ടേ? ഒറ്റത്തള്ള. ഞാനിങ്ങനെ വന്നു. ഞാൻ അയ്യേ. അപ്പോൾ ഇതിലേ ഫെയിലിയർ ആയ എണ്ണം എഴുതി വെക്കേ. അപ്പം അടുത്ത ആഴ്ച നമുക്ക് ഇച്ചിരി കൂടെ കുറയ്ക്കാം. ഇത്ര വെയിറ്റ് വേണ്ട. എനിക്ക് ഇത്ര വെയിറ്റ് വേണം, നിങ്ങൾക്ക് ഇത്ര വെയിറ്റ് വേണ്ട. ഇത് നമ്മൾ ആദ്യമേ രണ്ടാമതെല്ലാം ചെയ്തിരുന്നെങ്കിൽ വെയിറ്റ് പോകും. പക്ഷെ ഇപ്പം നമുക്ക് ആ അവസ്ഥയിലല്ല നമ്മൾ. അതെ, ഞാൻ കഴിച്ചോളാം. ആയിരുന്നു ഇതന്നെയാണ് ഇന്നേ. ഓക്കെ, 10 ഇട്ടോ കേട്ടോ. ഒന്ന് ഇതാ ശനി ഞായറിൻ്റെ ഒരു ഗുണം. അധികം ആൾക്കാരില്ലാത്തതുകൊണ്ട് ഏത് കോണിലും കൊണ്ട് ക്യാമറ വെക്കാം. പോട്ടെ. അവളുടെ ഒരു തൊട. ഞാൻ പറയാം. താഴോട്ടെ. പൊങ്ങണ്ടപ്പോൾ ഞാൻ പറയാം. അതുവരെ താഴോട്ട് പോകണം. പൊങ്ങ്. കൈ കഴിഞ്ഞ് വെയിറ്റ് കുറച്ച്. ആ 10 രൂപ ഇങ്ങോട്ട് ഇട്ടു. 15 വിട്ടേക്കാം. ആ 10 ഇങ്ങോട്ട്. അല്ല വേണ്ട, 10 ഇങ്ങോട്ട് തന്നേരെ. ഞാൻ ഇനി അവിടം വരെ വരണ്ട്. ഞാൻ പക്ഷേ കറക്റ്റ് ഞാൻ പറയാം. ഒറ്റയടിക്ക് ഇടാൻ നോക്കരുത്. നിങ്ങൾ പറഞ്ഞതിൻ്റെ കുറച്ച് താഴോട്ട് പോയായിരുന്നു. നമ്മുടെ പാരലിൽ വന്നപ്പോൾ തന്നെ ഒന്ന് പോകണമായിരുന്നു. ചുമ്മാറുന്ന പൊക്ക. സൈഡിൽ നിന്ന് ഇതിൻ്റെ ഞങ്ങൾ അങ്ങോട്ടും പറഞ്ഞു തന്നു. എണ്ണിക്കോണേ, കൗണ്ട് ചെയ്തോണം. എനിക്ക് രണ്ടും കൂടെ നോക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് കൗണ്ട് ചെയ്തോണം. എടുത്തോ. ഇനി താഴോട്ട് വേണം. കുറച്ചും കൂടെ വേണം. അത് പാരലായിട്ടില്ല. പൊങ്ങ്. അവിടുന്ന് പൊങ്ങ്. അത്രയും പ്രഷർ കൊടുക്കല്ലേ, മുട്ട പോവേ. പൊങ്ങ്. ആ താഴോട്ട് വാ. പൊങ്ങ്. നൈസ്. അത് തന്നെ. താഴണേ. ഞാൻ പറയാം. പൊങ്ങ്. താത്തിക്ക് ഞാൻ പറയാം. താത്തിക്ക് പൊക്ക്. കുറച്ചും കൂടെ ആക്ച്വലി വരണം. പിന്നെ കുഴപ്പമില്ല. പോട്ടെ. താഴോട്ടെ. അതെ, ശ്രമിക്കണം. നിങ്ങൾ ഫെയിലർ ആകുമെന്ന് ഓർത്ത് ചെയ്തിരിക്കണം. താഴോട്ടുണ്ടല്ലോ, കയ്യിൽ നിന്ന് പോയാൽ താഴോട്ട് വെക്കത്തല്ലേ ഉള്ളൂ. പോട്ടെ അങ്ങോട്ട്.
ഞാൻ പറഞ്ഞില്ല നമ്മൾ റെപ്പ് തീർക്കാൻ നോക്കണ്ട. ബുക്കല്ല. എന്നാൽ പാരലിൽ വാ, പാരലിൽ വരാൻ പറ്റുമെന്ന് എനിക്കറിയാം. പിരിച്ച് പൊങ്ങുമില്ല എന്നുള്ളത് ചെയ്ത് നോക്കിട്ടോ. പൊങ്ങ്. ആ അത് കറക്റ്റ്. 2 കൂടെ, ഒരെണ്ണം കൂടെ. അടുത്ത് നല്ല രീതിയിൽ പാരലായിട്ടിരിക്കും. ഫെയിൽ ആയാലും കുഴപ്പമില്ല. താഴോട്ടെ. ആ സീനില്ല, വെച്ചോ. ഇനി ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല. 25 പക്കാ ഫെയിലറായിരുന്നു. 15 ഇടാം. നിങ്ങൾ കഴിഞ്ഞതല്ലേ? ആ ആണല്ലോ, ഞാനത് മറന്നു. ഈ പരിസരത്തൊക്കെ തന്നെ നിന്നാ കേട്ടോ. എനിക്ക് ഒരു സെറ്റും കൊണ്ട്. അല്ല അവിടെ ഇരുന്നു. ശരിയാ, അത് ന്യായം. അവിടെ ഇരുന്നു. ചെയ്യുമെന്ന് പറഞ്ഞാൽ മതി. അല്ല ചോദിച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞാൽ മതി. അവിടെ ഇനി ഒരു റെപ്പ്, അത് 35 റെപ്പാ. ഒറ്റ സെറ്റേ ഉള്ളൂ. അതുകൂടെ കഴിഞ്ഞാൽ പിന്നെ കാഫ് പോയി തന്നെ. അതും കൂടെ കഴിഞ്ഞാൽ വീട്ടിൽ പോകാം. അയ്യോ, നമ്മൾ എത്ര നേരം വന്നിട്ട്? 5:30 വന്നതല്ലേ? 2 മണിക്ക്. ആ കറക്റ്റ് സമയം. 7:30. 3 പേരും കൂടെ മാറിയല്ലേ എന്നിട്ടും 2 മണിക്കൂറല്ലേ ഉള്ളൂ. അതും ലെഗ് ഡേയിൽ നമ്മൾ 2 മണിക്കൂർ തീർത്തിരിക്കുന്നു. അത്ഭുതങ്ങളിലൊന്ന്. നിങ്ങളിങ്ങനെ ഡിമോട്ടിവേറ്റ് ചെയ്യാതെ. അല്ല, ഒറ്റ സെറ്റ് തീർത്തുക. 5, 6, 7, 8, 9. കുറച്ചും കൂടെ താത്തേ, ഇത് തീരെ താത്തുന്നില്ല. ആ അത്ര വരും താത്ത്. 10, 11, 12, 13, 14, 15. സ്പീഡ് ആ സ്പീഡ് തന്നെ വേണം. 16, 17, 18, 19, 20, 21, 22, 23, 24. പോട്ടെ, നിർത്തല്ലേ. 35 ഒറ്റ സെറ്റേ ഉള്ളെന്ന് ആലോചിക്കണം. 25, 26, 27, 28. താഴട്ടെ. ആ അത് മതി. 30, 31, 32, 33. 1 മോർ വെച്ചോ. അടുത്ത പ്രാവശ്യം വെയിറ്റ് വിടണേ. വലിയ കുഴപ്പമില്ലായിരുന്നു. ഇപ്പം മനസ്സിലായല്ലോ, ഒരു ഐഡിയ കിട്ടി. താത്തുമ്പോൾ കുറച്ചും കൂടെ താത്താൻ നോക്കേ. വലിയ കുഴപ്പമില്ല, ഓക്കെ ആയിരുന്നു. ഇല്ല, അടുത്ത പ്രാവശ്യം വെയിറ്റ് കൂട്ടാം. ഇത് പോരാ. ഇട്ട് കോട്. 27, 28, 29, 30.
അയ്യോ 35. താഴട്ടെ, കാല് താഴട്ടെ. വയറാണോ? Sorry. Sorry, go for it. I was just pressing the camera over there, it's fine. പതിനഞ്ചെണ്ണേ നമുക്ക് വെയിറ്റ് കൂട്ടാം. ഇനി 3 സെറ്റിൽ വെയിറ്റ് കൂട്ടാം. 3 സെറ്റ് ഉണ്ട്. ഓട്ടെ, കലിപ്പിലാന്ന് തോന്നുന്നു. പുള്ളി നമ്മുടെ വർക്കൗട്ടിന് വന്ന് ആരോ പിക്ക് ചെയ്യാൻ വന്നതാണ്. ഓ, ക്യാമറയുമായി അത്ര നല്ല ടീംസിലല്ലെന്ന് തോന്നുന്നു. ആൻഡ് ഹിയർ വി ആർ. വർക്കൗട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ അവസാനത്തെ കുറച്ച് വർക്കൗട്ടുകൾ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി വെയ്റ്റ്സിലല്ലായിരുന്നു, നമുക്ക് കുറച്ച് ഗോളുകളുണ്ടായിരുന്നു. അതായത് ചിലപ്പം ഇത്രയും ഒരു വെയിറ്റ് വെച്ച് പുഷ് ചെയ്യണമെന്നായിരിക്കും, അല്ലെങ്കിൽ മാക്സിമം ഒരേ ടെൻഷൻ തന്നെ ഫോളോ ചെയ്യണമെന്നായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു മേലോട്ട് പുഷ് ചെയ്യുന്ന ആ ഒരു ഇതുണ്ടല്ലോ, ഡെപ്തും ആ ഒരു സ്പീഡും നമ്മൾ ഫിക്സ്ഡ് ആയിരുന്നു. അതായത് ഇത്ര സെക്കൻഡ്സ് ആയിരിക്കണം, ഇത്ര ടെമ്പോയിലായിരിക്കണം. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് മാത്രമാണ് നമ്മൾ അത്രയും വെയിറ്റ് കുറച്ചിട്ടത്. പിന്നെ അത് മാത്രമല്ല, ഇനീഷ്യലി നമ്മൾ ഓൾറെഡി മിക്കതും ചെയ്തതും ഓൾറെഡി 2 ഫെയിലിയറാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഓൾറെഡി 2 ഫെയിലിയർ ചെയ്ത് ലാസ്റ്റ് മൊമെൻറ്റിൽ വരുമ്പോഴത്തേക്കും നമ്മൾ ഒത്തിരി വെയിറ്റ് ഇടാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ഓൾറെഡി എക്സോസ്റ്റഡ് ആണ്. അതിന് മുകളിൽ ഇനി ഒത്തിരി വെയിറ്റ് പോകത്തില്ല. അതുകൊണ്ടാണ് ചെറിയ വെയിറ്റിൽ മാക്സിമം ചെയ്തിരുന്നത്. പക്ഷേ സ്റ്റിൽ നമ്മൾ വീക്ക്ലി വെയിറ്റ്സ് ആഡ് ചെയ്യാൻ നോക്കും. ഇതിന്